ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ചൊല്ലി രാഷ്ട്രീയ പോര് മുറുകി. സെബി ചെയർപേഴ്സൺ മാധവി ബുച്ച് സ്ഥാനമൊഴിയണമെന്നും JPC അന്വേഷണം വേണമെന്നുമുള്ള ആവശ്യമാണ് പ്രതിപക്ഷം ശക്തമാക്കുന്നത്. അതേസമയം ഹിൻഡൻബർഗിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും BJP രംഗത്ത് വന്നിട്ടുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പരാജയം മറച്ചുവെക്കാനാണ് പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചത്. അന്ന് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നതെന്നും BJP ആരോപിക്കുന്നു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഓഹരി വിപണിയിൽ നഷ്ടമുണ്ടാക്കാനുള്ള കോൺഗ്രസ് ശ്രമമാണിതെന്നും BJPയുടെ ആരോപണമുണ്ട്. JPC അന്വേഷണം അടക്കം പ്രഖ്യാപിച്ചില്ലെങ്കിൽ സമരം നടത്താനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ്. സ്വാതി സന്തോഷ് ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയം സഞ്ചരിക്കുന്നതെന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്വാതി. ഗുഡ് മോർണിംഗ് കാവ്യ. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളിൽ ശക്തമായ അന്വേഷണം, ഒപ്പം തന്നെ JPCയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം റിപ്പോർട്ട്, അതിനപ്പുറത്തേക്ക് വലിയ ആവശ്യങ്ങളുണ്ട് പ്രതിപക്ഷത്തിന്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിലയ്ക്കുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല ഈ ഒരു ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ആവശ്യങ്ങൾ നിരാകരിച്ചാൽ ശക്തമായ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് പോകുമെന്ന ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പ്രതിപക്ഷവും കടന്നിരിക്കുന്നു. തീർച്ചയായും കാവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ഈ അദാനി ഗ്രൂപ്പിനെതിരെയും സെബിക്കെതിരെയുമുള്ള ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് ഹിൻഡൻബർഗിനെ സംബന്ധിച്ച് ഹിൻഡൻബർഗ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തിന് പിന്നാലെ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഈ സെബിയുടെ മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതേസമയം പ്രതിപക്ഷം വലിയ തരത്തിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്യണമെന്നും ഗൗരവകരമായിട്ടുള്ള അല്ലെങ്കിൽ ദുരൂഹമായിട്ടുള്ള ഇടപാടുകളാണ് നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങളാണ് സൂചിപ്പിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. JPC അന്വേഷണം അടക്കം പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതേസമയം ഇതിനെല്ലാം തള്ളിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം അദാനിയുടെ ഭാഗത്തു നിന്നും സെബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും അല്ലെങ്കിൽ തങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വെളിപ്പെടുത്താൻ തയ്യാറാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ സൂചിപ്പിച്ചു പോകുന്നത്. ഇന്നലെ വീണ്ടും ഇതിന് പിന്നാലെ, അതായത് ഈ ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലിനെ തള്ളി ഈ മാധവി ബുച്ച് രംഗത്ത് വന്നതിന് പിന്നാലെ തന്നെ ഹിൻഡൻബർഗും അവരെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഹിൻഡൻബർഗ് ചോദിച്ചിട്ടുള്ളത് ഈ അന്വേഷണത്തെ നേരിടാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അദാനിക്കും സെബിക്കുമെതിരെ ഉയരുന്നു. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഗുരുതരമായി ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. കേന്ദ്ര സർക്കാരോ BJPയുടെ ഒരു നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണം മുന്നോട്ട് വെച്ചിരുന്നു. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ തയ്യാറാകാത്തത്, ഈ മേധാവി രാജിവെക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിലടക്കം ചോദ്യം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന സാഹചര്യത്തിലാണ് ഇന്നലെ അദാനി കമ്പനികളുടെ ഓഹരി വിപണിയിലും വലിയ ഇടിവ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ആദ്യ റിപ്പോർട്ട്, അതായത് ഹിൻഡൻബർഗിന്റെ ആദ്യ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോഴും ഈ അദാനി കമ്പനികൾ വലിയ തരത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ഓഹരി പെരുപ്പിച്ച് കാണിക്കുന്നത് അതിൻ്റെ അഴിമതികളൊക്കെ മറച്ചു വയ്ക്കാനാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ നിലനിന്നതിന് പിന്നാലെ ഓഹരി വിപണിയിൽ വലിയ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വെളിപ്പെടുത്തലിന് പിന്നാലെയും ഓഹരിയിൽ വലിയ തകർച്ച നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കേന്ദ്രം ഈ വിഷയത്തിൽ ഒരു കൃത്യമായ പ്രതികരണം രേഖപ്പെടുത്തുന്നതുവരെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ പ്രതിപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാവ്യ. ശരി സ്വാതി, ശക്തമായ പ്രതിഷേധ പരിപാടികൾ പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്കൊക്കെയും ഹിൻഡൻബർഗുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേശീയ രാഷ്ട്രീയം കടക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഗുഡ് മോർണിംഗ് കേരളം.